ഹായ്. കഴിഞ്ഞ വീഡിയോയിൽ എൻ്റെ കൈവശമുള്ള ഫ്രൂട്ട് പ്ലാന്റ്സിൻ്റെ ഒക്കെ കൂട്ടത്തിൽ ഒരു ലെമൺ മെയിൻ്റെ പ്ലാന്റ് ഉള്ളതായിട്ടോട് ഞാൻ പറഞ്ഞിരുന്നു. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ കൈവശമുള്ള ലെമൺ പ്ലാന്റിനെ കുറിച്ചുള്ള ഒരു വീഡിയോയാണ്. കാര്യം മിക്ക ആൾക്കാരും ഈ ഒരു പ്ലാന്റ് വളർത്തും, കുറേ കഴിയുമ്പോൾ അത് വെട്ടിക്കളയുവാണ് ചെയ്യുന്നത്. പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് യാതൊരു പ്രയോജനവും ഇല്ലാത്ത ഒരു പ്ലാന്റാണ് ലെമൺ മെയിൻ എന്ന്. പക്ഷെ ഞാൻ ഒരിക്കലും അങ്ങനെ പറയത്തില്ല കേട്ടോ. മിക്ക ആൾക്കാരും ഇതിങ്ങനെ നിലത്ത് നട്ട് കഴിയുമ്പോൾ അങ്ങ് പടർന്ന് പന്തലിച്ചങ്ങ് മുള്ളു പിടിച്ച് അങ്ങനെ അങ്ങ് കിടക്കാണ് പതിവുള്ളത്. പക്ഷെങ്കിൽ ഞാൻ അങ്ങനെയല്ല ഇവിടെ നട്ട് വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഇതിനെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നുമില്ല. ഞാനിത് അഴുക്ക് പ്ലാന്റ് അല്ലെന്ന് പറയുന്നതിൻ്റെ കാര്യം, ഞാൻ ഇതുവഴിയൊക്കെ ഇങ്ങനെ നടന്നു പോകാറുള്ളപ്പം ഇതിൻ്റെ പഴുത്ത ഈ ലെമണ് ഞാൻ കഴിക്കാറുണ്ട്. ഇവിടെ വരുന്ന ആൾക്കാരും ഒക്കെ ഇഷ്ടപ്പെട്ട ഒരു ഫ്രൂട്ട് തന്നെയാണ് ഈ ലെമൺ എന്നുള്ളത് കേട്ടോ. കാര്യം ഇതിനൊരു മധുരവുമുണ്ട്, ചെറിയൊരു പുളിപ്പും എല്ലാം കൂടെ കലർന്ന ഒരു ടേസ്റ്റാണിത്. പിന്നെ ഞാനിത് ബക്കറ്റിലും ഒരു പോട്ടിലുമായിട്ടാണ് നട്ടു വെച്ചിരിക്കുന്നത്. ഇതിനൊരു ചെറിയൊരു ഇതുപോലൊരു കമ്പൂടെ ഞാനിങ്ങനെ പൈപ്പ് വെച്ചിട്ടുണ്ട്. കാര്യം അതിൽ ചുറ്റിച്ചാണ് ഞാൻ വളർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അധികം ഇത് പടർന്ന് പന്തലിച്ച് വരാറില്ല, നമുക്കൊരു ശല്യമായിട്ട് മാറുന്നുമില്ല. ആവശ്യത്തിന് ഇതിൽ കായും ഉണ്ടാകുന്നുണ്ട്, അതുപോലെ തന്നെ പൂക്കളും വരുന്നുണ്ട്. പൂക്കൾ നല്ല ഭംഗിയുള്ളതാണ്. ഇത് പൂ വരുന്നതിന് വേണ്ടിയുള്ള ചെറിയ മുട്ടിൻ്റെ ആദ്യത്തെ ഒരു ഭാഗമാണ് കേട്ടോ. അതിനുശേഷം ചെറിയ മൊട്ടായിട്ട് ഇങ്ങനെ വരും. അതിനുശേഷമാണിത് ഇതുപോലെ ചെറിയ ചെറിയ മൊട്ടായിട്ട് അതേ തന്നെ വരും. ആ ഇലയാന്നേ നമ്മൾ ആദ്യം തോന്നത്തുള്ളൂ. അതിനുശേഷമാണിത് നല്ല രീതിയിൽ പൂക്കളുണ്ടായി പിന്നീട് അതേ തന്നെയാണ് കാ വരുന്നതും. പക്ഷെങ്കിൽ ഇത് എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഫ്രൂട്ട് അത് എത്രയും നല്ലതാണോ അതുപോലെ തന്നെയാണ് ഇതിൻ്റെ ഫ്ലവർ. നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഇതിൻ്റെ ഫ്ലവർ. നല്ല ഒരു ഏകദേശം മുല്ലപ്പൂവിൻ്റെ വലിപ്പത്തിൽ തന്നെ ഉള്ള പൂവാണ്. ചെറിയ പൂക്കളൊന്നും അല്ല കേട്ടോ ഇതുണ്ടാകുന്നത്. ഇതിലും കുലുകുലയായിട്ട് ഇതിൻ്റെ പൂക്കൾ കിടക്കുന്നത് കണ്ടാൽ നല്ല ഭംഗിയാണ് കേട്ടോ. ഇതിങ്ങനെ പടർന്ന് പന്തലിച്ച് കിടക്കുമ്പോൾ മാത്രമല്ല ഇതേ ധാരാളം പൂക്കൾ ഉണ്ടാകുന്നു, കായുണ്ടാകുന്നു. ഇങ്ങനെ നട്ട് കഴിയുമ്പോഴും ഇതേ ധാരാളം പൂക്കളും ഉണ്ടാകുന്നുണ്ട്, ധാരാളം കായ്കളും ഉണ്ടായി വരുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആരെങ്കിലും ലെമൺ പ്ലാന്റ് നട്ടിട്ടുണ്ടെങ്കിൽ അത് വെറുതെ നശിപ്പിച്ച് കളയാതെ അതിൻ്റെ ചെറിയൊരു കമ്പ് ഇതുപോലെ പോട്ടിൽ വല്ലതും വെച്ച് ഇതുപോലെ സ്റ്റിക്ക് കൂടെ ഒന്ന് വെച്ച് കൊടുക്കാമെങ്കിൽ അത്രയും ഭാഗത്ത് തന്നെയായിട്ട് ഇത് കിളിർത്ത് വരും. ധാരാളമായിട്ട് ഉണ്ടാകുന്നതിൽ നമുക്കിത് കുറേശ്ശെ ഇതുപോലെ കാ പിടിക്കുവാണെങ്കിൽ ഇത് നല്ല ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള കാ കിട്ടുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് അത് നശിപ്പിച്ച് കളയേണ്ടതായിട്ടുള്ള ആവശ്യം വരുന്നുമില്ല. ഇത് ഞാൻ സാധാരണ ചെയ്യുന്നത് വൈൻ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. ഇതിൻ്റെ ലെമൺ എടുത്ത് വൈൻ ഉണ്ടാക്കാറുണ്ട്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു വൈനാണ് കേട്ടോ ലെമൺ വൈൻ എന്നുള്ളതിൻ്റെ പേര് തന്നെ അങ്ങനെയാണ്. അതിൻ്റെ വൈനും അതുപോലെ തന്നെ നല്ല ടേസ്റ്റിയാണ് കേട്ടോ. അതുപോലെ തന്നെ പിന്നെ ഞാൻ ചെയ്യുന്നൊരു കാര്യമാണ്, ഇത് നമ്മൾ സാധാരണയായിട്ട് ഇങ്ങനെ കഴിക്കാറുണ്ട്, പിന്നെ ജ്യൂസ് ഉണ്ടാക്കാറുണ്ട്. ഞാൻ സാധാരണ ചെയ്യുന്ന കൂടുതലും ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്ന വഴിക്ക് ഇത് പറിച്ച് കഴിക്കുകയാണ് പതിവ് കേട്ടോ. പിന്നെ നമ്മൾ എന്തെങ്കിലും കറികൾ വെക്കുമ്പോൾ തക്കാളിക്ക് പകരമായിട്ട് ഞാനിത് കട്ട് ചെയ്തിടാറുണ്ട് കേട്ടോ. നല്ലതാണ് അങ്ങനെ ഇട്ടാൽ നമുക്ക് അരുചികളൊന്നും വരുന്നില്ല. അതിൻ്റെ ഒരു പുളിപ്പും ചെറിയൊരു മധുരം അപ്പോൾ നമ്മൾ കറികളിലൊക്കെ ചേർക്കുമ്പോൾ തോന്നാറുമില്ല, ഒരു പുളിപ്പ് മാത്രമാണ് തോന്നാറുള്ളത്. അപ്പോൾ ഈ ലെമൺ മൈൻ പ്ലാന്റ് എന്നെ സംബന്ധിച്ച്, ഞങ്ങളുടെ വീട്ടിലുള്ളവരെ സംബന്ധിച്ച് വളരെ നല്ലൊരു പ്ലാന്റായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. കാര്യം ഇതിൻ്റെ ഫ്ലവറും കായും ഒക്കെ കാണുന്നതിന് തന്നെ ഒരു ഭംഗിയാണ്. പക്ഷേ ഇവിടെ ആരെങ്കിലും വന്നിട്ടുള്ളപ്പോഴൊക്കെ ഞാനിത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ചിലരൊക്കെ ഇതിൻ്റെ പച്ചക്ക കൂടെ പറിച്ച് കഴിക്കാറുണ്ട് കേട്ടോ. അതുപോലെ നല്ലൊരു പ്രത്യേക ഒരു ടേസ്റ്റായിട്ടാണ് ഇത് വരുന്നത്. നല്ല കാഴ്ചയ്ക്ക് നല്ല ഭംഗി, അതുപോലെ തന്നെ നമുക്ക് കഴിക്കുന്നതിനും വളരെ ടേസ്റ്റ് ഉള്ളതാണ് ലെമൺ മൈൻ. അപ്പം ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ചെയ്യുന്നത്, നിങ്ങൾ ഇതുപോലെ പടർന്ന് പന്തലിച്ച് നിങ്ങളുടെ ലെമൺ മൈൻ നിൽക്കുന്നു, നിങ്ങൾ കട്ട് ചെയ്ത് മാറ്റും എന്നൊക്കെ ഉദ്ദേശിച്ചിരിക്കുന്നവരാണെന്ന് വരും. നിങ്ങൾ അത് കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ ഒരു കമ്പെങ്കിലും ഇതുപോലെ പോട്ടിൽ വല്ലതും ഒന്ന് വെച്ച് പിടിപ്പിക്കുക. നിങ്ങൾക്ക് വളരെ പ്രയോജനപ്പെടുന്ന ഒരു പ്ലാന്റ് ആണിത്. അതുകൊണ്ട് അത് അറിയിക്കുന്നതിനും അത് പറയുന്നതിനും മാത്രമായിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ ചെറിയ വീഡിയോയ്ക്ക് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഞാൻ പുതിയ വീഡിയോയുമായിട്ട് എത്തുന്നതായിരിക്കും.